ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 1 എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഈ വീഡിയോയുടെ സീരീസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2020 നടന്നിട്ടുള്ള ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ഓവർസിയർ ഗ്രേഡ് 1 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ 4ാമത്തെ വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലിൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇൻ ആൻ ഓപ്പൺ ട്രാവേഴ്സ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ അറ്റ് എ സ്റ്റേഷൻ ഈസ് 209 degrees 16 minutes 0 seconds. The deflection angle at that point is. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സർവേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ബാക്കിയായിട്ടാണ് സർവേയിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒരു ഓപ്പൺ ട്രാവേഴ്സിൽ അവിടെ ഉണ്ടാവുന്ന ഇൻക്ലൂഡഡ് ആംഗിൾ 209 ഡിഗ്രി 16 മിനിറ്റ് 0 സെക്കൻഡ്സ് ആണെങ്കിൽ അവിടുത്തെ ഡിഫ്ലക്ഷൻ ആംഗിൾ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ഒരു ആംഗിൾ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ അത് യൂഷ്വലി 180 ഡിഗ്രീനേക്കാൾ കുറവായിരിക്കും. പക്ഷേ ഇങ്ങനെ ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് തന്നെ ഇൻക്ലൂഡഡ് ആംഗിൾ 209 ഡിഗ്രി ആണെങ്കിൽ എന്നാണ്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു ഓപ്പൺ ട്രാവേഴ്സ് വരച്ച് നോക്കുക. ABC എന്ന് പറഞ്ഞൊരു ഓപ്പൺ ട്രാവേഴ്സ് ഉണ്ട്. അവിടെ ഒരു പോയിന്റിൽ B എന്ന് പറഞ്ഞ പോയിന്റാണ് അസ്യൂം ചെയ്യുന്നത്. B എന്ന് പറഞ്ഞ പോയിന്റിൽ ഇൻക്ലൂഡഡ് ആംഗിൾ 209 ഡിഗ്രി 16 മിനിറ്റ് വരണം. അപ്പോൾ 209 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 180നേക്കാൾ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ആംഗിൾ സ്റ്റാർട്ട് ചെയ്ത് 180 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അത് കറങ്ങി അടുത്ത ലൈനിലേക്ക് എത്തുമ്പോൾ 209 ഡിഗ്രിയാണ് വന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്രയും ആംഗിൾ എത്രയാണ്? 209 ഡിഗ്രിയാണ്. ഇനി എന്താണ് ആ പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ ആംഗിൾ? ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനും ഒരു സർവേ ലൈനും അതേപോലെ തന്നെ അതിന് തൊട്ട് പ്രീവിയസ് ആയിട്ട് വരുന്ന സർവേ ലൈനിൻ്റെ എക്സ്റ്റൻഷനും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ഫിഗർ നോക്കുമ്പോൾ ഇതാണ് BC എന്നുള്ളതാണ് ഒരു സർവേ ലൈൻ. ആ സർവേ ലൈനിൻ്റെ തൊട്ട് മുൻപിലുള്ള സർവേ ലൈൻ എന്ന് പറയുന്നത് AB ആണ്. ആ ABനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷനും ഈ സർവേ ലൈനും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടം മുതൽ ഇത്രയുമുള്ള ആംഗിൾ 209 ഡിഗ്രി 16 മിനിറ്റ് ആണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിൽ നിന്ന് 180 ഡിഗ്രി സബ്ട്രാക്ട് ചെയ്താൽ മതി. കാരണം ഈ ലൈനിൽ വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 209 ഡിഗ്രി 16 മിനിറ്റ് നമ്മൾ 180 ഡിഗ്രി അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 29 ഡിഗ്രി 16 മിനിറ്റ് എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ബാലൻസിങ് ദ ട്രാവേഴ്സ് വെൻ ആംഗുലാർ ആൻഡ് ലീനിയർ മെഷർമെൻറ്റ്സ് ആർ ഈക്വലി പ്രിസൈസ്? ആംഗുലാർ മെഷർമെൻറ്റുകളും ലീനിയർ മെഷർമെൻറ്റും ഒരുപോലെ പ്രിസൈസ് ആണെങ്കിൽ, പ്രിസിഷൻ ഉള്ളതാണെങ്കിൽ ട്രാവേഴ്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ് അല്ലെങ്കിൽ റൂൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമുക്കറിയാം ട്രാവേഴ്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 റൂളുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഒന്ന് ബൗഡിഞ്ചസ് റൂളും മറ്റൊന്ന് ട്രാൻസിറ്റ് റൂളും. ഈ 2 റൂളുകളും നമ്മൾ ലാറ്റിറ്റ്യൂഡിനെയും ഡിപ്പാർച്ചറിനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ട്രാവേഴ്സിൽ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 2 മെത്തേഡുകളുള്ളത്. ഒന്ന് ബൗഡിഞ്ചസ് റൂളും രണ്ടാമത്തെ ട്രാൻസിറ്റ് റൂളുമാണ്. ബൗഡിഞ്ചസ് റൂളിൻ്റെ പ്രത്യേകത ലീനിയർ മെഷർമെൻറ്റും ആംഗുലാർ മെഷർമെൻറ്റും നമുക്കറിയാം. ലാറ്റിറ്റ്യൂഡ് എടുക്കുമ്പോൾ L cos തീറ്റ, ഡിപ്പാർച്ചർ എടുക്കുമ്പോൾ L sin തീറ്റ എന്നാണ്. അപ്പോൾ അതിൽ വരുന്ന ലെങ്ത്തും അതേപോലെ തന്നെ ആംഗുലാർ മെഷർമെൻറ്റും ഈക്വലി പ്രിസൈസ് ആണെങ്കിലാണ് നമ്മൾ ബൗഡിഞ്ചസ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ട്രാൻസിറ്റ് റൂളിൽ ആംഗുലാർ മെഷർമെൻറ്റ് കൂടുതൽ പ്രിസൈസും ദാൻ ദി ലീനിയർ മെഷർമെൻറ്റ്, ലീനിയർ മെഷർമെൻറ്റിനേക്കാളും ആംഗുലാർ മെഷർമെൻറ്റ് കൂടുതൽ പ്രിസൈസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ട്രാൻസിറ്റ് റൂൾ ഉപയോഗിക്കും. ഇനി ബൗഡിഞ്ചസ് റൂൾ എന്താണ്? കറക്ഷൻ ടു ലാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദാറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ പെരിമീറ്റർ ഓഫ് ദ ട്രാവേഴ്സ് ഇൻറ്റു ടോട്ടൽ എറർ ഇൻ ലാറ്റിറ്റ്യൂഡ്. അതാണ് കറക്ഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ലാറ്റിറ്റ്യൂഡിൽ അപ്ലൈ ചെയ്യേണ്ട കറക്ഷൻ എന്ന് പറയുന്നത് ബൗഡിഞ്ചസ് റൂൾ പ്രകാരം ലെങ്ത് ഓഫ് ദാറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ പെരിമീറ്റർ ഓഫ് ദ ട്രാവേഴ്സ് ഇൻറ്റു ടോട്ടൽ എറർ. അതിൻ്റെ ഡിപ്പാർച്ചർ എടുക്കുകയാണെങ്കിൽ ലെങ്ത് ഓഫ് ദാറ്റ് സൈഡ് ഡിവൈഡ് ബൈ പെരിമീറ്റർ ഓഫ് ദ ട്രാവേഴ്സ് ഇൻറ്റു ടോട്ടൽ എറർ ഇൻ ഡിപ്പാർച്ചർ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അതാണ് ബൗഡിഞ്ചസ് റൂള്. എന്നാൽ ട്രാൻസിറ്റ് റൂൾ ആകുമ്പോൾ ഇതിൽ വരുന്ന വ്യത്യാസം എന്താണ്? ലാറ്റിറ്റ്യൂഡ് ഓഫ് ദാറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് സം ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്നാകും എന്ന് മാത്രം. ഇവിടെ ലെങ്ത്തും പെരിമീറ്ററും ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ അവിടെ എടുക്കുന്നത് ഒരു ലൈനിൻ്റെ ലാറ്റിറ്റ്യൂഡും അതിൻ്റെ തന്നെ എല്ലാ ലാറ്റിറ്റ്യൂഡുകളുടെ അരിത്തമെറ്റിക് സമ്മും. അതാണ് ട്രാൻസിറ്റ് റൂളിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് സൈൻ റൂൾ? സൈൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട്
നമ്മളൊരു ട്രയാങ്കിളിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് എന്ത് സൈൻ റൂൾ അല്ലേ. സൈൻ റൂൾ എന്താണ്? ഒരു സൈഡ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു മറ്റൊരു സൈഡ്, ആ ട്രയാങ്കിളിൻ്റെ തന്നെ അടുത്ത സൈഡ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ വിച്ച് ഈസ് ഈക്വൽ ടു മൂന്നാമത്തെ സൈഡ് ഡിവൈഡ് ബൈ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ. അതാണ് സൈൻ റൂൾ. ഇനി വാട്ട് ഈസ് കൊസൈൻ റൂൾ? കൊസൈൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ, രണ്ട് ലൈനുകൾ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൊസൈൻ റൂൾ അല്ലേ. എന്താണ് കൊസൈൻ റൂള്? ഒരു സൈഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് മറ്റ് രണ്ട് സൈഡുകളുടെയും സ്ക്വയർ -2 ബോത്ത് സൈഡ് ഇൻറ്റു കോസ് തീറ്റ. അതാണ് തീറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോയിന്റ് വെർ ദ അലൈൻമെന്റ് ചേഞ്ചസ് ഫ്രം എ കർവ് ടു എ സ്ട്രെയിറ്റ്. ഒരു കർവിൽ അലൈൻമെന്റ് കർവിൽ നിന്ന് സ്ട്രെയിറ്റിലേക്ക് മാറുന്ന പോയിന്റിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ പോയിന്റ് ഓഫ് ടാൻജൻസി എന്നാണ്. എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ? നമ്മളിവിടെ ഒരു കർവ് കൺസിഡർ ചെയ്യാം. ഇതാണ് ഒരു സിമ്പിൾ സർക്കുലർ കർവാണെന്ന് വിചാരിക്കാം. ആ കർവ് എവിടെയാണ് നമ്മൾ കർവ് അഡോപ്റ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, സർവേയിൽ നമ്മൾ കർവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റോഡുകളിലും റെയിൽവേയിലൊക്കെ വരുന്ന വളവുകളെയാണ് കർവ് എന്ന് പറയുന്നത് അല്ലേ. ആ കർവിന് പല ഷേപ്പ് ഉണ്ടാകും. ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കും, കോമ്പൗണ്ട് ആയിരിക്കും, റിവേഴ്സ് ആയിരിക്കും, അതല്ലെങ്കിൽ എന്താണ് ട്രാൻസിഷൻ കർവുകളായിരിക്കും. അപ്പം അങ്ങനത്തെ പല കർവുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സർവേയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു സിമ്പിൾ കർവ് എടുക്കുക, ഒരു ജസ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിളിന് വേണ്ടി കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, ഒരു സ്ട്രെയിറ്റിൽ നിന്ന് കർവായിട്ട് മാറുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിനെയാണ് നമ്മൾ ബിഗിനിങ് ഓഫ് ദ കർവ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കർവ് എന്നൊക്കെ പറയുന്നത്. ബിഗിനിങ് ഓഫ് കർവ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കർവ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റിൽ നിന്ന് കർവായിട്ട് മാറുന്ന ആ പോയിന്റിനെയാണ്. ഇപ്പോൾ ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ബിഗിനിങ് ഓഫ് കർവ് BC എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് പോയിന്റ് ഓഫ് ടാൻജൻസി? ഈ കർവ് ഇങ്ങനെ ഇതിലൂടെ വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് ഈ കർവ് തീർന്ന് അത് സ്ട്രെയിറ്റിലേക്ക് മാറുന്ന ഒരു പോയിന്റ് ഉണ്ട്, എൻഡ് ഓഫ് ദ കർവ്, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ടാൻജൻസി എന്നാണ് അതിനെ വിളിക്കുന്ന മറ്റൊരു പേര്. അപ്പോൾ അതാണ് പോയിന്റ് ഓഫ് കർവും അതേപോലെ തന്നെ പോയിന്റ് ഓഫ് ടാൻജൻസി. ഇനി വാട്ട് ഈസ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബാക്ക് ടാൻജന്റ് വരയ്ക്കുന്നു, ഈ പോയിന്റിൽ നമ്മളൊരു ഫോർവേഡ് ടാൻജന്റ് വരയ്ക്കുന്നു. ഈ രണ്ട് ടാൻജന്റുകളും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് നമ്മൾ പറയാം. സോ ഇവിടെ കാണിച്ചിട്ടുണ്ട് PI എന്നുള്ളതാണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഇനി ഓപ്ഷനിൽ മറ്റൊന്നുള്ളത് ഏതാണ്? റിവേഴ്സ് കർവാണ്. എന്താ റിവേഴ്സ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സെന്റർ വരുന്ന സെയിം അല്ലെങ്കിൽ ഡിഫറെന്റ് റേഡിയസ് ഉള്ള കർവുകളെയാണ് റിവേഴ്സ് കർവ് എന്ന് പറയും. റിവേഴ്സ് കർവുകൾ യൂഷ്വലി അഡോപ്റ്റ് ചെയ്യുന്നത് രണ്ട് പാരലൽ സ്ട്രെയിറ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഒബ്ജക്ട് ഓർ ആൻ ഏരിയ വിത്തൗട്ട് ബീയിങ് ദ ഡയറക്റ്റ് കോണ്ടാക്ട്. ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ഇല്ലാതെ ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഏരിയയുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. ഇതിനാണ് നമ്മൾ റിമോട്ട് സെൻസിങ് എന്ന് പറയാം. റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ചെല്ലാതെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ തൊടാതെയൊക്കെ നമ്മൾ ആ ഒബ്ജക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിമോട്ട് സെൻസിങ് എന്നുള്ളത്. എന്തായാലും ചുരുക്കി പറയാം, ഈ റിമോട്ട് സെൻസിങ്ങിൽ ഒരു സെൻസർ ഉണ്ടാവും. യൂഷ്വലി നമ്മൾ സാറ്റലൈറ്റുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ വേറെയും സെൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ എയർക്രാഫ്റ്റിൽ ഘടിപ്പിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിമോട്ട് സെൻസിങ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഒരു സെൻസർ ഉണ്ടാവും. ആ സെൻസർ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി എന്ത് ചെയ്യും, പ്രൊപ്പഗേറ്റ് ചെയ്യിപ്പിക്കും. ചിലപ്പോൾ സെൻസർ ആയിരിക്കും ചെയ്യുക, അതല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യും. നാച്ചുറൽ ഡേ ലൈറ്റിൽ സൂര്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ടും എന്ത് ചെയ്യാറുണ്ട്, റിമോട്ട് സെൻസിങ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ലൈറ്റ് നമ്മുടെ ടാർജറ്റിൽ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ അത് എക്സിബിറ്റ് ചെയ്യുന്ന ചില പ്രോപ്പർട്ടീസ് ഉണ്ടാവും അല്ലേ. ഓരോ മെറ്റീരിയലും ഓരോ രീതിയിലാണ് എന്ത് ചെയ്യുക, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് യൂഷ്വലി എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റു പല ഒബ്ജക്റ്റുകളെയും പഠിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ എങ്ങനെയാണ് ടാർജറ്റിൽ നിന്ന് പ്രതിഫലിക്കുന്നത് എന്ന് നമ്മൾ നോക്കും. ചിലപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യും, ചിലപ്പോൾ അത് ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലേ. അങ്ങനെ രണ്ട് രൂപത്തിലും എന്ത് ചെയ്യാം സംഭവിക്കാം. ചിലപ്പോൾ ആ ടാർജറ്റ് എന്ത് ചെയ്യും, ആ ലൈറ്റിനെ കടത്തിവിടും.
അല്ലെങ്കിൽ ചിലപ്പോൾ ആ ലൈറ്റിനെ എന്ത് ചെയ്യില്ല, കടത്തി വിടാതെ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ രണ്ട് രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ ഒബ്ജക്റ്റിനെ നിരീക്ഷിക്കുകയും അതിൽ നിന്ന് ആ സെൻസർ തന്നെ എന്ത് ചെയ്യും, ആ ഡാറ്റേനെ കളക്ട് ചെയ്തെടുത്ത് നമ്മളെ ഗ്രൗണ്ടിലുള്ള ഒരു സ്റ്റേഷനിലേക്ക് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ആ ഗ്രൗണ്ടിലുള്ള സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റയിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം? ഇതും വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാൻഡ് ഏരിയയുടെ ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്തുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സ്. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡാറ്റകൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമായ സ്ഥലങ്ങളിൽ പല യൂസേഴ്സ് എന്ത് ചെയ്യുന്നു, അത് ഉപയോഗിക്കുന്നു. അതാണ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ലാൻഡ് ഏരിയ എടുക്കുകയാണെങ്കിൽ അവിടെ ജിയോഗ്രഫിക്കലായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാകും. റോഡുകൾ ഉണ്ടാവാം, ഹില്ലി ഏരിയാസ് ഉണ്ടാവാം, ചിലപ്പോൾ നാച്ചുറൽ സ്ട്രീമുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഒക്കെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്ത് ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റിമോട്ട് സെൻസിങ്ങിലൂടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാസും എന്ത് ചെയ്യാറുണ്ട്, ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആവശ്യമായിട്ടുള്ള യൂസേഴ്സിലോട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ്, എന്താണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ഒരു GPS സിസ്റ്റമാണ് അല്ലേ. GPS നമുക്ക് പലർക്കും അറിയുന്നത് പോലെ തന്നെ അതൊരു ട്രാക്കിംഗ് സിസ്റ്റമാണ്. 24 സാറ്റലൈറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് എർത്തിനെ റൗണ്ട് ചെയ്തുകൊണ്ട് അത് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് പല ഇൻഫർമേഷൻസും അത് പാസ് ചെയ്ത് തരുന്നു അല്ലേ. നമ്മുടെ ട്രാവലിംഗ് ടൈം, അതേപോലെ തന്നെ ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഒക്കെ GPS ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. GPS-ന് അനന്തമായ സാധ്യതകളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വെറുതെ ഒരു ട്രാക്കിംഗ് മാത്രമല്ല, പല യൂസേജ് എന്തുണ്ട് GPS സിസ്റ്റത്തിനുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇനി എന്താണ് ആസ്ട്രോണമിക്കൽ സർവേ? ആസ്ട്രോണമിക്കൽ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിൽ നടത്തുന്ന സർവേ ആണ് ശരിക്കും ആസ്ട്രോണമിക്കൽ സർവേ എന്നുള്ളത്. നമ്മുടെ ടൈം കാൽക്കുലേഷൻ, അതേപോലെ തന്നെ ഓരോ എന്താ പറയുക, അബ്സല്യൂട്ട് ആയിട്ടുള്ള പൊസിഷൻ, ഓരോ പോയിന്റിൻ്റെയും അബ്സല്യൂട്ട് പൊസിഷൻ നൽകുന്നത് ആസ്ട്രോണമിക്കൽ സർവേയിലൂടെയാണ് അല്ലേ. സ്റ്റാറുകളുടെയും സണ്ണിൻ്റെയും അതിൻ്റെ മൂവ്മെൻറ്റ്സും അതിൻ്റെ ടൈമിനെ കുറിച്ചുള്ള സ്റ്റഡിയും ഒക്കെ നമ്മൾ പഠിക്കുന്നത് ആസ്ട്രോണമിക്കൽ സർവേയിലാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട് ആർ എക്സ്പെക്റ്റഡ് ടു ഫെയിൽ. ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഒരു ടെസ്റ്റ് റിസൾട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് റിസൾട്ടിൻ്റെ 5% കുറവ് ടെസ്റ്റ് റിസൾട്ടിൽ ഫെയിലിയർ സംഭവിക്കാൻ പാടില്ലാത്ത ആ ഒരു സ്ട്രെങ്ത്തിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. അതായത് ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്, ആ സ്ട്രെങ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിൽ 5% മാത്രമേ അത് വരാൻ പാടില്ലാത്തതുള്ളൂ. ബാക്കി കിട്ടുന്ന റിസൾട്ട് എല്ലാം 5%-നേക്കാൾ മുകളിൽ വരണം. അങ്ങനത്തെ സ്ട്രെങ്ത്തിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയാം. എന്താണ് ഈ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്? എന്താണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്? ഒരു എക്സാമ്പിളിൽ പറയാം. ഇപ്പോൾ നമ്മളൊരു M20 കോൺക്രീറ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ M20 കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 100 സ്പെസിമെൻ, ഒരു 100 ക്യൂബ് ടെസ്റ്റ് നടത്തിയെങ്കിൽ ആ 100 ക്യൂബ് ടെസ്റ്റിൽ 95 എണ്ണം ടെസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ റിസൾട്ട് ഈ M20 കോൺക്രീറ്റിനാണെങ്കിൽ 20 Nm/mm² കൂടുതലായിരിക്കണം. ഓക്കെ, അതിൽ 5% മാത്രം, അല്ലെങ്കിൽ 5 ക്യൂബുകൾക്ക് മാത്രമേ 20 ന്യൂട്ടണേക്കാൾ താഴെ റിസൾട്ട് തരാൻ പാടുള്ളൂ. സോ ആ ഒരു സ്ട്രെങ്ത്തിനെ, അങ്ങനെ കിട്ടുന്ന ആ വാല്യൂവിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയാം. ഇപ്പോൾ M20 കോൺക്രീറ്റ് എടുക്കുകയാണെങ്കിൽ ആ M20 എന്നുള്ള റിസൾട്ട് അത് തരണം. 20 എന്ന് പറഞ്ഞ റിസൾട്ട് 95% തരണം. 5% തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ആ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ വിളിക്കുന്ന ആ ഒരു സ്ട്രെങ്ത്തിന് പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രെങ്ത്തിനാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയാം. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്ലെക്ചർ ദ മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ഔട്ടർമോസ്റ്റ് കംപ്രഷൻ ഫൈബർ ഇൻ ബെൻഡിങ് ഈസ് ടേക്കൺ ആസ്. ഒരു കോൺക്രീറ്റ് എടുക്കുമ്പോൾ ആ കോൺക്രീറ്റിൻ്റെ മാക്സിമം സ്ട്രെയിൻ അതിൻ്റെ ഔട്ടർമോസ്റ്റ് കംപ്രഷൻ ഫൈബറിൽ വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇത് വാല്യൂ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇതിൻ്റെ ഔട്ടർമോസ്റ്റ് ഫൈബറിലാണെന്നുണ്ടെങ്കിൽ ഇൻ ബെൻഡിങ് 0.0035 ആണ് സ്ട്രെയിനിൻ്റെ വാല്യൂ, മാക്സിമം സ്ട്രെയിനിൻ്റെ വാല്യൂ. എന്നാൽ മാക്സിമം കംപ്രസീവ് സ്ട്രെയിനിൻ്റെ വാല്യൂ ആക്സിയൽ കംപ്രഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് 0.002 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമ്മൾ പഠിച്ചു വെക്കുക. രണ്ട് ഓപ്ഷനിലുണ്ട്. 0.002 എന്ന് പറഞ്ഞാൽ ആക്സിയൽ കംപ്രഷൻ ആണ്. ആക്സിയൽ കംപ്രഷനിൽ വരുമ്പോൾ ഉണ്ടാവുന്ന കോൺക്രീറ്റിൻ്റെ മാക്സിമം സ്ട്രെയിൻ ആണ്. ഔട്ടർ മോസ്റ്റ് ഫൈബറിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് 0.0035 ആണ്.
ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം സ്പേസിംഗ് ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് മെഷേർഡ് അലോങ് ദ ആക്സിസ് ഓഫ് ദ മെമ്പർ ഷുഡ് നോട്ട് എക്സീഡ്. ഒരു മെമ്പറിൽ അതിൻ്റെ ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ മാക്സിമം സ്പേസിങ് എത്രയായിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇതിൻ്റെ ആൻസർ ആസ് പെർ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് IS 456 2000, നമുക്കറിയാലോ IS 456 എന്നുള്ളത് എന്താണ്, കോൺക്രീറ്റിൻ്റെ കോഡാണ്. ആ കോഡിൽ പറയുന്നത് നമ്മൾ വെർട്ടിക്കൽ സ്റ്റിറപ്സ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ അത് 0.75 Dയേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. സോ 0.75 D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് ദ സെക്ഷൻ ആണ്. 0.75 Dയേക്കാൾ കൂടാൻ പാടില്ല. അതേപോലെ തന്നെ ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ് ആണെന്നുണ്ടെങ്കിൽ D ഡെപ്ത് ഓഫ് ദ സെക്ഷനേക്കാൾ കൂടാൻ പാടില്ല. ആൻഡ് അതിലെടുത്ത് പറയുന്നത് ഏത് കേസ് ആണെന്നുണ്ടെങ്കിൽ അത് ഇൻക്ലൈൻഡ് ആണെങ്കിലും അതേപോലെ തന്നെ വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിലും നമ്മൾ മാക്സിമം സ്പേസിങ് 300 mm കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, 300 mm എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഡെലീറ്റഡ് ആണ്. ആക്ച്വലി 300 mm ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഒരു സ്ഥലത്തും എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. ഷിയർ റീഇൻഫോഴ്സ്മെന്റിന്റെ സ്പേസിംഗ് ആണ് പറയുന്നത് കേട്ടോ. ഷിയർ റീഇൻഫോഴ്സ്മെന്റ് സ്പേസിങ് 300 mm കൂടാൻ പാടില്ല, അല്ലെങ്കിൽ 0.75 Dയേക്കാൾ കൂടാൻ പാടില്ല. അതേപോലെ തന്നെ Dയേക്കാൾ കൂടാൻ പാടില്ല ഇൻ കേസ് ഓഫ് എൻ ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്ട്രെങ്ത് ഓഫ് എ കംപ്രഷൻ മെമ്പർ വിത്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ്, ദ സ്ട്രെങ്ത് ഓഫ് സിമിലർ മെമ്പർ വിത്ത് ലാറ്ററൽ ടൈസ്. കംപ്രഷൻ മെമ്പറിന്റെ സ്ട്രെങ്ത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലാറ്ററൽ ടൈ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്പറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു കംപ്രഷൻ മെമ്പറിന്റെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുള്ള കംപ്രഷൻ മെമ്പറിന്റെ സ്ട്രെങ്ത് എത്ര ഇരട്ടിയാണ് അല്ലെങ്കിൽ എത്ര ടൈംസ് ആണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ 1.05 ടൈംസ് ആണ്. അതായത് യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന ഒരു ലാറ്ററൽ ടൈസിന്റെ മെമ്പറിനേക്കാളും 5% അധികം സ്ട്രെങ്ത് എന്തിനു കിട്ടും, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് 5% കൂടെ അധികം സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി ആണ്, 1.05 ടൈംസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മെമ്പർ സബ്ജക്റ്റഡ് ടു ടോർഷൻ ഷാൾ ബി ഡിസൈൻഡ് ഫോർ ഫിക്റ്റീഷ്യസ് ഷിയർ വിച്ച് ഈസ് ഫംഗ്ഷൻ ഓഫ് ആക്ച്വൽ ഷിയർ ആൻഡ് ടോർഷൻ. അതായത് ഒരു മെമ്പർ ടോർഷന് വിധേയമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഫിക്റ്റീഷ്യസ് ഷിയർ എന്തിന്റെ ഫംഗ്ഷനാണ്, ആക്ച്വൽ ഷിയറിന്റെയും ടോർഷന്റെയും ഫംഗ്ഷനായ ഫിക്റ്റീഷ്യസ് ഷിയർ എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വലന്റ് ഷിയർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ IS 456 പിന്നെ മെമ്പർ സബ്ജക്റ്റഡ് ടു ടോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെന്റ് അതേപോലെ തന്നെ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റും നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഇത് രണ്ടും കണ്ടുപിടിക്കുന്നത് ആക്ച്വലി അവിടെ ബെൻഡിങ്ങും അതേപോലെ തന്നെ ഷിയർ ഫോഴ്സും ടോർഷനും കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെന്റും ടെൻഷൻ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കും. ഇതിന് വേണ്ടിയിട്ട് അവിടെ അതിൽ IS 456 എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർമുലയും കൊടുത്തിട്ടുണ്ട്. ഈ ഫിക്റ്റീഷ്യസ് ഷിയർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഇക്വലന്റ് ഷിയറിന്റെ ഫംഗ്ഷൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മിനിമം സൈസ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ബാർ ഇൻ എ കോളം ഷാൾ ബി. ഒരു കോളത്തിൽ കൊടുക്കുന്ന ലോഞ്ചിറ്റ്യൂണൽ ബാർ, അതായത് മെയിൻ ബാറിന്റെ മിനിമം സൈസ് എത്രയാണ് എന്നുള്ളതാണ്. മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. മിനിമം എന്ന് പറയുന്നത് കോളം നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 12 mm ആണ് മിനിമം ബാർ. നമുക്കറിയാം 8 mm അല്ലെങ്കിൽ 6 mm മുതലൊക്കെ ബാർ അവൈലബിൾ ആണ്. പക്ഷെ കോളം പ്രൊവൈഡ് ചെയ്യുമ്പോൾ 12 mm എങ്കിലും എന്ത് ചെയ്യണം, മിനിമം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. കോളത്തിൽ മിനിമം 12 mm ബാറെങ്കിലും ഉണ്ടാവണം. റെക്ടാങ്കുലർ ഷേപ്പിലുള്ള കോളാണെങ്കിൽ മിനിമം 4 ബാറെങ്കിലും ഉണ്ടാവണം. സർക്കുലർ ഷേപ്പിലുള്ള കോളമാണെന്നുണ്ടെങ്കിൽ മിനിമം 6 ബാറെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ബാറിന്റെ മിനിമം ഡയ എന്ന് പറയുന്നത് 12 mm എങ്കിലും ആയിരിക്കും. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.